കൊണ്ടോട്ടിയിലെ നവവധു ആയിരുന്ന ഷഹാന ആത്മഹത്യ ചെയ്തു. കാരണം നിറം കറുപ്പായിരുന്നു. ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടോട്ടി പഴയങ്ങാടിയിൽ നിന്നാണ്. 19 വയസ്സ് മാത്രമേ ആ കുട്ടിക്ക് പ്രായമുള്ളൂ. മേജർ ആയതേ ഉള്ളൂ. ആ കുട്ടിയെ കല്യാണം കഴിച്ചത് അബ്ദുൽ വാഹിദ്, മൊറയൂറുള്ള അബ്ദുൽ വാഹിദാണ്. വിവാഹത്തിന് ശേഷം 20 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗൾഫിൽ പോയി. 2024 മെയ് 27-നാണ് ആ നിക്കാഹ് നടന്നത്. ആ കുട്ടിയുടെ ഫോട്ടോ നമ്മൾ കണ്ടു, ചാനലിലൊക്കെ കണ്ടു. സുന്ദരിയായ ഒരു കുട്ടി. ആ കുട്ടിയുടെ നിറം അല്പം കറുത്തുപോയി. വിവാഹത്തിന് ശേഷം ആണ് ഈ ആരോപണം പറയുന്നത്. കുട്ടിയെ അതിനു മുമ്പ് പോയി കണ്ടും അതിനെ ഇഷ്ടപ്പെട്ടു അല്ലേ കല്യാണം നടക്കുന്നത്. അപ്പോൾ വിവാഹത്തിന് ശേഷം 20-ാം ദിവസം അദ്ദേഹം വിദേശത്ത് പോയി. അവിടെ നിന്ന് കുട്ടിയെ വിളിക്കുമ്പോൾ നീ കറുത്തതാണ്, നിൻ്റെ നിറം കറുത്തുപോയി, നീ വെയിലത്തിറങ്ങി അധികം നടക്കരുത്, വീണ്ടും കറുത്തു പോകും. ഇങ്ങനെയുള്ള ആക്ഷേപ ശരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിവരങ്ങളെ കുട്ടിയുടെ സഹപാഠി മുഖേനയാണ് ഷഹാന ആ വിവരങ്ങളൊക്കെ അറിയുന്നത്. കറുത്ത നിറം ആയതുകൊണ്ട് മാനസികമായ കുട്ടി വളരെയധികം സംഘർഷത്തിലായി. ആ വിവാഹബന്ധം വേർപെടുത്താനുള്ള ഒരു ശ്രമം തന്നെയായിരുന്നു അവർ നടത്തിയത്. വാഹിദിൻ്റെ ഉമ്മ ഈ കുട്ടിയുടെ അടുത്ത് പറയുകയും ചെയ്തു വിവാഹത്തിന് ശേഷം, ഭർത്താവ് പോയ ശേഷം, നീ എന്തിനാണ് വിവാഹ ബന്ധത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത്, അത് ഒഴിഞ്ഞൊന്ന് പൊയ്ക്കൂടെ എന്ന് വരെ പറഞ്ഞു. ഒന്നാമതെ മേജറായ കുട്ടിയാണ്, അത് ജീവിതമൊന്നും കണ്ടു തുടങ്ങുന്നതുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളുടെ അടുത്ത് ഇത്തരം പ്രായമുള്ള മദറിലോ അല്ല അമ്മായിയമ്മ ഈ രീതിയിലുള്ള വാക്കുകൾ പറയുമ്പം ആ കുട്ടികൾക്ക് തീർച്ചയായിട്ടും താങ്ങാൻ ഒക്കില്ല. ഭർത്താവുമില്ല, ഭർത്താവ് വെളിയിൽ പോയി. അത് തന്നെയല്ലേ ഭർത്താവ് അവിടുന്ന് വിളിക്കുമ്പോഴും വെയിൽ കൊള്ളരുതെന്ന് പറയുമ്പം ഉമ്മ പറഞ്ഞ കാര്യം തന്നെയല്ലേ അയാളും പറയുന്നത്. എന്തായാലും പിന്നെ സംസാരിക്കുമ്പോൾ ഇവർക്ക് വലിയ ഇംഗ്ലീഷ് ജ്ഞാനമൊന്നുമില്ല, ഇംഗ്ലീഷ് സംസാരിക്കാനും ബുദ്ധിമുട്ട് അറിയില്ല, അങ്ങനെയും കളിയാക്കി. അപ്പോൾ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവരെ ശല്യപ്പെടുത്തുന്നത്, ഏറ്റവും കൂടുതൽ അവർ ചിന്തിക്കുന്നതും അവരുടെ നിറം തന്നെയെന്ന് ആ കൊച്ചിന് മനസ്സിലായി. ആ ഭർത്താവിൻ്റെ ഉമ്മയുടെ കാലെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്നാണ് പറയുന്നത്. അത് എന്നെ ഉപേക്ഷിക്കരുത്, ഞാൻ വെയിൽ കൊള്ളാതെ നടന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അന്നേരമാണ് ഉമ്മ പറയുന്നത്, വിവാഹബന്ധം വേർപ്പെടുത്തി നിനക്ക് പൊയ്ക്കൂടെ, ഇതൊന്ന് ഒഴിഞ്ഞു തന്നുകൂടെ എന്ന്. കാരണം ഏകദേശം മെയ് 27-നാണ് 2024 വിവാഹം നടക്കുന്നത്. 7 മാസം കഴിഞ്ഞതേ ഉള്ളൂ. 10-20 ദിവസം മാത്രമേ ഭർത്താവ് കൂട്ട് ആ കുട്ടി ജീവിച്ചിട്ടുള്ളൂ. ലോകം എന്തെന്നറിയില്ല, ആ വീട്ടിലെ സംസ്കാരം എന്തെന്നറിയത്തില്ല, ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അവരുടെ സ്വഭാവം എന്തെന്നറിയില്ല. ആ വീട്ടിലെ അതിഥി പോലെ വന്നു ചേർന്ന കുട്ടിയാണ്. ആ വേദന സഹിക്കാൻ വയ്യാതെ കുട്ടിയുടെ വീട്ടിൽ പോയി. കഴിഞ്ഞ ബുധനാഴ്ച കുട്ടിയുടെ വീട്ടിലെ അവിടെ തൂങ്ങി നിൽക്കുന്നതാണ് കണ്ടത്. അത് വലിയ വേദനപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. കുട്ടി വീട്ടിലെ ഉമ്മയുടെ അടുത്തും പാപ്പായുടെ അടുത്തും അവരുടെ ബന്ധുക്കളുടെ അടുത്തൊക്കെ ഈ വിവരം പറഞ്ഞു, സഹിക്കാൻ വയ്യാതെ അങ്കിള് എന്നോടും പറഞ്ഞു എന്നാണ് അറിയുന്നത്. അതിനുശേഷം പരിഹാസം കൂടിയപ്പം വേറെ നിവൃത്തിയൊന്നുമില്ല കൊച്ചിൻ്റെ കയ്യിൽ, അത് ആത്മഹത്യ ചെയ്തു. കഴിഞ്ഞ ബുധനാഴ്ച വീടിനുള്ളിൽ തന്നെ തൂങ്ങി മരിച്ചു. വളരെ സങ്കടകരമായ ഒരു വാർത്തയാണിത്. കൊച്ചുകുട്ടികളാണ്, ഒരു 21 വയസ്സിന് ശേഷമേ ഇവരെയൊക്കെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ പാടുള്ളൂ എന്ന് പല പ്രാവശ്യം നമ്മൾ ഉൾപ്പെടെയുള്ളവരിങ്ങനെ പറയുന്നുണ്ട്. കാരണം ചെറുപ്പത്തിലെ കല്യാണം ലോകത്തിൻ്റെ സ്ഥിതികളെപ്പറ്റി പഠിച്ചു വരുന്നേ ഉള്ളൂ. വീട്ടിൽ ഉമ്മയുടെയും ബാപ്പായുടെയും കൂടെ ഇരുന്ന് കളിച്ചു പഠിച്ചു ഒക്കെ വന്നു. 19 വയസ്സുള്ളപ്പോൾ എങ്ങനെയായാലും ഒരു +2 കഴിഞ്ഞതേ ഉള്ളൂ. അതുവരെയുള്ള വിദ്യാഭ്യാസമേ ഉള്ളൂ. ലോകം കണ്ട് പഴകി വരുന്നതേ ഉള്ളൂ. വീട്ടിലെ അന്തരീക്ഷത്തിലും സ്നേഹമയമായ അന്തരീക്ഷത്തിൽ മാത്രം വളർന്ന കുട്ടി വേറൊരു പുതിയ വീട്ടിൽ ചെന്ന് കഴിയുമ്പം അവരുടെ സംസ്കാരത്തിലേക്ക് അലിഞ്ഞു തരാൻ താമസിക്കും, സമയമെടുക്കും, ചിലപ്പോൾ അത് നടക്കില്ല. കുത്തുവാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കണം. ഇതുപോലെയുള്ള സ്ത്രീകൾ ആ വീട്ടിലെ പുതിയൊരു അതിഥിയാണ്, അവിടെ വന്നു കയറിയ കുട്ടിയാണ്. അതിനെ നമ്മുടെ കുട്ടിയെക്കാട്ടിലും കാര്യമായി അതിനെ പരിരക്ഷിക്കണം, അതിനെ സംരക്ഷിക്കണം. അതിനോട് ആ രീതിയിലേ സംസാരിക്കാവുള്ളൂ. പക്ഷേ വ്രണപ്പെടുത്തുന്ന വാക്കുകൾ ഭർത്താവിൻ്റെ അമ്മയിൽ നിന്നും ഭർത്താവിൽ നിന്നും ആ നിറം കറുത്തായിപ്പോയി അല്ലെങ്കിൽ നിറം മങ്ങിയ നിറമായാൽ എന്ത് ചെയ്യാനൊക്കെ അങ്ങനെയുള്ളവർക്ക് ഈ ഭൂമിയിൽ ജീവിച്ചൂടെ?
അത് തന്നെയല്ലേ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഈ കുട്ടിയെ കണ്ടല്ലോ അവരൊക്കെ. എന്തിനാണ് അങ്ങനെ ഒരു വിവാഹത്തിന് പോയത്? ഈ കുട്ടിയെ എന്തിനാണ് മരണത്തിലേക്ക് പറഞ്ഞു വിട്ടത്? തീർച്ചയായിട്ടും ഇതിന് എതിരായി പോലീസിന് കേസ് കൊടുക്കുമെന്ന് അവർ പറയുന്നുണ്ട്. ഇതൊരു സൂയിസൈഡ് ആണെങ്കിലും വീട്ടുകാരുടെ പീഡനം കൊണ്ട് മാത്രമാണ് സൂയിസൈഡ് ചെയ്ത്. അതിന് പ്രത്യേക വകുപ്പുകളുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് കേസ് എടുക്കേണ്ടി വരും. ഉമ്മയെ ആ കേസിനകത്ത് പ്രതിയാക്കേണ്ടി വരും, അമ്മായിമ്മയെ. അതുകൊണ്ട് ആ കുട്ടിയെ അതിനുശേഷം വീട്ടുകാർ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞിട്ട് അതിനെ കൊണ്ടോട്ടി അവരുടെ ഖബർസ്ഥാൻ ചെയ്തിരിക്കുന്നത് അവിടെ പഴയങ്ങാടി ജുമാ മസ്ജിദിലാണ്. അവിടെ കുട്ടിയെ ഖബറടക്കി വീട്ടുകാർ ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകും എന്ന് അതിശക്തമായി പറയുന്നു. അതുകൊണ്ട് ഈ വിവാഹം കഴിച്ച് പുതിയ വീടുകളിലേക്ക് ചെല്ലുന്ന പെൺകുട്ടികളെ, അവരെ സ്വീകരിക്കുന്ന ഭർത്താവ് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, അവരെ എപ്പോഴും പരിരക്ഷിക്കാനുള്ള നിലയിൽ മാത്രമേ അവിടെ അവരോട് പെരുമാറാവുള്ളൂ, സംസാരിക്കാവുള്ളൂ. ഇതുപോലെയുള്ള ചെറിയ കുത്തുവാക്കുകൾ വല്ലയിടത്തും പറയുന്ന തിരിച്ചു ഇവരുടെ ചെവിയിലെത്തി. ഈ സഹപാഠികളിൽ നിന്നാണ് ഈ കുട്ടി താൻ കറുത്തതാണ്, അങ്ങനെ ഒരു ആരോപണം, അതുകൊണ്ട് വിവാഹബന്ധം വേണ്ട എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചെന്ന് അറിയുന്നത് സഹപാഠിയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ നേരിട്ട് അല്ല അറിയുന്നത്. അപ്പോൾ നാട്ടിൽ മുഴുവൻ പാട്ടായി, ഈ കുട്ടി മാത്രം അറിഞ്ഞില്ല. എന്തായാലും സാംസ്കാരിക നിലവാരം ഇനി നമ്മുടെ ഉയരേണ്ടിയിരിക്കുന്നു. ഈ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്ന പലരും ഇതുപോലെയുള്ള വേദന സഹിച്ച് വളരുന്നവരാണ്. അതുകൊണ്ട് ആൾക്കാർ ഒരു വിവാഹം കഴിക്കുമ്പോൾ വന്നു കയറുന്ന പെൺകുട്ടികളിൽ തീർച്ചയായിട്ടും വ്യത്യസ്തമായി അവരുടെ കുട്ടിയെ പോലെ തന്നെ കരുതണം. അവരെ സംരക്ഷിക്കണം. നിറത്തിലല്ല കാര്യം ഇരിക്കുന്നത്, സ്വഭാവത്തിലാണെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കണം.